ഒരു അപൂർവ തരം ചികിത്സാ രീതിയാണ് ഹിജാമ ചികിത്സാ രീതി. ഇതിന് കൊമ്പു ചികിത്സ എന്നും പേരുണ്ട്. തൊലിപ്പുറത്തെ ഫസ്റ്റ് ലെയർ ബ്ലേഡ് കൊണ്ട് വരഞ്ഞ ശേഷം പ്ലാസ്റ്റിക് കപ്പ് കൊണ്ട് അശുദ്ധ രക്തം വലിച്ചെടുക്കുന്ന രീതിയാണ് ഹിജാമ ചികിത്സാ രീതി. ഹിജാമ ചെയ്യുന്നത് ഒരു പുണ്യമായാണ് മുസ്ലിം സമുദായം വിശ്വസിക്കുന്നത്. പ്രാചീന കാലം മുതൽ തന്നെ മുസ്ലിം സമുദായം ഇത് ഒഴിച്ചുകൂടാനാവാത്ത ഒന്നായിരിക്കെ ഈ ചികിത്സാ രീതി തേടി മലയാളികളടക്കം നിരവധി വിശ്വാസികളാണ് പല മാറാരോഗങ്ങൾക്കുമായി ഹിജാമ സെന്ററിൽ എത്തുന്നത്. പുരാതന കാലം മുതൽ തന്നെ അറബികൾക്കിടയിൽ ഏറെ പ്രചാരം നേടിയ ഒരു ചികിത്സാ രീതിയാണ് ഹിജാമ. മലയാളത്തിൽ കൊമ്പു ചികിത്സ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ചികിത്സാ രീതിക്ക് നമ്മുടെ പൂർവികർ വളരെ പ്രാധാന്യം നൽകിയിരുന്നു. എന്നാൽ ആധുനിക ചികിത്സാ രീതി രംഗപ്രവേശനം ചെയ്തതോടെ ആളുകൾ ഈ ചികിത്സാ രീതിയെ കൈയൊഴിയുകയും അതിന്റെ ശാസ്ത്രീയ രീതിയും നന്മയും മറക്കുകയും ചെയ്തു. ഹിജാമ എന്ന അറബി നാമത്തിൽ ഈ ചികിത്സ പുതിയ ഭാവത്തിലും രീതിയിലും രംഗപ്രവേശനം ചെയ്തിരിക്കുന്നു. ഹജം എന്ന അറബി പദത്തിൽ നിന്നും ഉണ്ടായതാണ് ഹിജാമ. ഹജം എന്നാൽ വലിച്ചെടുക്കുക എന്നാണ് അർത്ഥം. ശരീരത്തിലെ പല ഭാഗങ്ങളിൽ നിന്നും അശുദ്ധ രക്തം ഒരു പ്രത്യേകതരം കപ്പ് ഉപയോഗിച്ച് വലിച്ചെടുത്ത് സുഖപ്പെടുത്തുന്ന രീതിയാണ് ഇത്. ശരീരത്തിലെ 148 ഭാഗങ്ങളിലായാണ് ഹിജാമയുടെ സ്ഥാനങ്ങൾ. ഇതിൽ രോഗിക്ക് ആവശ്യമുള്ള ഭാഗങ്ങളിലാണ് ഹിജാമ ചെയ്യുന്നത്. ഇതിനായി 12 കപ്പുകൾ വരെ ഒരാൾക്ക് ഉപയോഗിക്കുന്നുണ്ട്. ചെറിയൊരു നീറ്റിലുണ്ടാവും എന്തായാലും ഇത് ചെയ്യുമ്പോഴേ, അതല്ലാതെ വലിയൊരു ഹെവി പെയിനൊന്നും ഇതിന് ഉണ്ടാവില്ല. അങ്ങനെ തോന്നിയിട്ടില്ല എനിക്ക്. ഇതിന് മുമ്പ് പ്രാവശ്യം ചെയ്തപ്പോൾ ഞാൻ ഒരുപാട് സാറ്റിസ്ഫൈഡ് ആയിരുന്നു. പിന്നെ മുമ്പ് ഞാൻ ഇങ്ങനെ ശരിക്കും ഒരു ഫുട്ബോൾ പ്ലെയർ ആയിരുന്നു. നല്ലോണം കളിച്ചുകൊണ്ടിരുന്ന സമയത്തൊക്കെ നല്ല അറ്റാക്ക് കുടിക്കുന്നുണ്ട് ശരീരത്തിലൊക്കെ. അപ്പം അതിൻ്റെയൊക്കെ പെയിൻ നമ്മളെ ഒരു ഏജ് കഴിയുമ്പോൾ നമുക്ക് അവിടെ നിന്നൊക്കെ ആയിട്ട് ഈ തണുപ്പൊക്കെ അടിക്കുമ്പോൾ വരാറുണ്ട്. അപ്പോൾ ഇത്തരം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യും. ഇപ്പം തന്നെ ഞാൻ മുട്ടിന് ചെയ്യുന്ന മുട്ടിൻ്റെ മുകളിൽ നിന്ന് പെയിനുള്ള കൊണ്ടാണ്. പെയിൻ വന്നപ്പോൾ ഡോക്ടറെ അടുത്ത് പോയപ്പോൾ ഡോക്ടർ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുട്ടിൻ്റെ എൽബോ അവിടെ അങ്ങനെ എന്തോ ഒരു സംഭവമാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ അവിടെയും ഇത് ചെയ്യുന്നത്. സാറിന് ഇത് കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ ചെയ്തപ്പോൾ പിന്നെ കുറേ നാളത്തേക്ക് നല്ല സുഖം ഉണ്ടായിരുന്നു. പിന്നെ ബാക്ക് പെയിന് ഇത് ഭയങ്കര ഗുണം ചെയ്യും. ബാക്ക് പെയിൻ ഇല്ലാത്ത ആളിപ്പോൾ പൊതുവേ ഇല്ലയെന്നാണ് എനിക്ക് തോന്നുന്നത്. ആരെ കണ്ട് ചോദിച്ചാലും പറയും ബാക്ക് പെയിൻ ഉണ്ട്. പക്ഷെ ബാക്ക് പെയിൻ ഇതൊരു പാട് ഗുണം ചെയ്യുന്നുണ്ട്. ഏജ് ഒരു സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരീരത്തിന് അവിടെ ഇവിടെയൊക്കെ ഉണ്ടാകുന്ന വേദനകൾ, ഒരു തെളിച്ചക്കുറവ്, പിന്നെ ഈ ഷുഗറുള്ള, എനിക്ക് ഷുഗറില്ലാത്ത ഡയബറ്റീസിൻ്റെ അസുഖം, പിന്നെ യൂറിക് ആസിഡ്. ഇപ്പോൾ ഈ യൂറിക് ആസിഡൊക്കെ ഇച്ചിരി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെതായ പെയിന് ശരീരത്തിന് നല്ലപോലെ അനുഭവപ്പെടുന്നുണ്ട്. പിന്നെ നമുക്ക് രാവിലെയൊക്കെ എഴുന്നേൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അലസത, ഒരു ഉന്മേഷമില്ലായ്മ, ഇതിനൊക്കെ ഒരുപാട് പരിഹാരമാണ് ഈ ഹിജാമ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് ചെയ്ത അനുഭവമാണ് ഞാനിപ്പോൾ വീണ്ടും ഇതിനു വേണ്ടി വന്നതും ഇത് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് മുതൽക്ക് തന്നെ ശുശ്രൂഷ രംഗത്ത് വളരെ പ്രസിദ്ധമായ ഈ ചികിത്സയുടെ പ്രസക്തി മനസ്സിലാക്കിയ പുതിയ തലമുറയിൽപ്പെട്ട മലയാളികളടക്കമുള്ള നിരവധി പേരാണ് ഖമൈസ് മുഷായത്തിലെ ഈ സ്വകാര്യ ക്ലിനിക്കിൽ എത്തുന്നത്. ഫിറോന്റെ കാലത്ത് തന്നെ ഏകദേശം 5000 വർഷങ്ങൾക്ക് മുൻപ് ഈ ചികിത്സയുണ്ടെന്നും പറയപ്പെടുന്നു. എന്നാൽ മിറാജിന്റെ രാത്രിയിൽ പ്രവാചകൻ മുഹമ്മദ് നബിയോട് മാലാഖമാർ ഹിജാമ ചെയ്യാൻ കൽപ്പിച്ചു എന്നാണ് മുസ്ലിം വിശ്വാസം. അതുകൊണ്ട് തന്നെ അറബ് മാസങ്ങളായ 17, 19, 21 എന്നീ ഒറ്റപ്പെട്ട ദിവസങ്ങളിലാണ് അറബികൾ കൂടുതലായും ഹിജാമയ്ക്കായി എത്തുന്നത്. ഖാലിദ് എന്ന് പറഞ്ഞ ഒരു സുഡാനി ഇവിടെ ഹജാമ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പല ആളുകളും ഈ ഇങ്ങനെ ഊരവേദന പല വേദന കാരണം ഇവിടെ വന്നിട്ട് ഹജാമ ചെയ്യുന്നത് കാരണം അവരുടെ വേദന ഭേദപ്പെടലുണ്ട്. അങ്ങനെ ഞാൻ ഇവരോട് റിക്വസ്റ്റ് ചെയ്തിട്ട് ഇവർ കഴിഞ്ഞ പ്രാവശ്യം വന്നിരുന്നു. ഞാൻ സ്ഥിരമായി ഷട്ടിൽ കളിക്കുന്ന ഒരാളാണ്. പക്ഷേ ചില സമയങ്ങളിൽ കയ്യിനും പിന്നെ ബാക്ക് പെയിനൊക്കെ ഉണ്ടാകാറുണ്ട്. പക്ഷെ ഞാൻ നേരത്തെ ഒരു പ്രാവശ്യം വന്ന് ഇവിടെ ഹജാമ ചെയ്തു. അതുകൊണ്ട് നല്ല ഗുണമുണ്ടായിരുന്നു. വീണ്ടും രണ്ടാമത് വന്നപ്പോൾ വീണ്ടും ചെയ്തു. നാട്ടിലൊരുപാട് കേട്ടിട്ടുണ്ട് കൊമ്പ് ചികിത്സ അങ്ങനെ എന്തൊക്കെ പറഞ്ഞ് കേൾക്കാറുണ്ട്. ഞാൻ 6 വർഷം മുമ്പ് ഡിസ്ക് ഓപ്പറേഷൻ കഴിച്ചായിരുന്നു. എനിക്ക് തുടർച്ചയായിട്ട് വേദന അനുഭവപ്പെട്ടിരുന്നു. ഇത് 2ാമത്തെ തവണയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ ചെയ്തതിനു ശേഷം വളരെ സുഖമുണ്ട്. വേദനയും കാര്യങ്ങളൊന്നും അനുഭവപ്പെടുന്നില്ല. സൗദിയിലെ വളരെ ചുരുക്കം ചില ക്ലിനിക്കുകളിൽ മാത്രമേ ഈ ചികിത്സ ലഭ്യമാവൂ. സാധാരണ രീതിയിൽ 8 കപ്പുകളാണ് ഹിജാമയ്ക്കായി ഉപയോഗിക്കുന്നത്. പിന്നീട് കാൽമുട്ടുവേദന, സന്ധിവേദന എന്നിവയ്ക്ക്
പ്രത്യേകമായി വേറെ വേറെ കപ്പുകൾ ഉപയോഗിക്കും. ഭൂരിഭാഗം അസുഖങ്ങൾക്കും ഫലവത്തായ ഒരു ചികിത്സാ രീതിയാണ് ഹിജാമയെന്ന് അനുഭവസ്ഥർ പറയുന്നു. പ്രത്യേകിച്ച് പ്രവാസികളിൽ കൂടുതലായും കാണപ്പെടുന്ന നടുവുവേദന, യൂറിക് ആസിഡ്, തലവേദന എന്നിങ്ങനെയുള്ള ഒട്ടനവധി അസുഖങ്ങൾക്ക് ഈ ചികിത്സാ രീതി ഗുണം ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. നേരത്തെ ഏകദേശം ഒരു 2-3 കൊല്ലം മുമ്പ് സ്വദേശികളായിരുന്നു കൂടുതലും വന്നുകൊണ്ടിരുന്നത്. കൂടുതലും സൗദി ആൾക്കാരാണ് ഹജാമയെ കുറിച്ച് കൂടുതലായിട്ട് ഇവിടെ ചെയ്യാനായിട്ട് എത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ ഏകദേശം 1 വർഷങ്ങൾക്ക് മുമ്പായിട്ട് വിദേശികൾ, അതുപോലെ യമനികൾ, സുഡാനികൾ, ഇപ്പോൾ ഈ കഴിഞ്ഞ 6 മാസങ്ങൾക്ക് മുമ്പായിട്ട് അനേകം മലയാളികളും കടന്നെത്തി ചെയ്യാനായിട്ട് കടന്നു വരുന്നുണ്ട്. അനേകം ആൾക്കാരിങ്ങനെ മറ്റുള്ളവർ ചെയ്തതിൻ്റെ അനുഭവം മറ്റുള്ളവർ കൂടുതലായിട്ട് പറഞ്ഞ് കേട്ടാണ് കൂടുതൽ ആൾക്കാർ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഹജാമ വളരെയധികം മറ്റുള്ളവർക്ക് മറ്റ് രീതിയിൽ നോക്കുമ്പോൾ ശാരീരികമായിട്ടും അല്ലെങ്കിൽ ഭൗതികമായിട്ടൊക്കെ ഒത്തിരി ഉണർവുണ്ടാകുന്ന ഒരു ട്രീറ്റ്മെൻറ്റായിട്ടാണ് പലരും പറഞ്ഞ് കേൾക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് അനുഭവമുള്ള ഒരു കാര്യമാണ്. പലരും വന്നു കഴിഞ്ഞ് വരുമ്പോൾ വളരെ ടയർഡായിട്ട് വരുന്നു, അല്ലെങ്കിൽ അവിടെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിൽ വേദനയായിട്ടും അതുപോലെ തന്നെ തലവേദനകളായിട്ടും ഒക്കെ കടന്നു വരുന്നു. പക്ഷേ ഹജാമയ്ക്ക് ശേഷം അവർ ഒരു പ്രത്യേക ഉണർവോടുകൂടി വളരെ അനുഭവം നമുക്കുണ്ടായി എന്നുള്ള ഒരു ഇതാണ് എനിക്ക് ഇത്ര നാളത്തുള്ള അനുഭവം കൊണ്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ചൈന, ആഫ്രിക്ക, റഷ്യ, മിഡിൽ ഈസ്റ്റ്, സെൻട്രൽ സൗത്ത് ഏഷ്യ, സൗത്ത് ഏഷ്യ, യൂറോപ്പ്, അമേരിക്ക എന്നീ രാജ്യങ്ങളും ഈ ചികിത്സയെ ആശ്രയിക്കുന്നു എന്നുള്ളതാണ് ഹിജാമയുടെ അത്ഭുതപ്പെടുത്തുന്ന പ്രത്യേകത. സൗദിയുടെ ക്യാപിറ്റൽ സിറ്റികളിൽ ഹിജാമ ചികിത്സകളില്ലെങ്കിലും കൂടുതലായും ഉൾപ്രദേശങ്ങളിലാണ് ഈ ചികിത്സ ലഭ്യമാവുന്നത്. സൗദിയുടെ പ്രധാന ടൂറിസ്റ്റ് മേഖലയായ ഖമീസ് മുഷൈദ് ഈ ചികിത്സയ്ക്ക് ഏറെ പ്രശസ്തി നേടിയതാണ്. ജിദ്ദ, റിയാദ് എന്നിവിടങ്ങളിൽ നിന്നും മലയാളികളടക്കം നിരവധി പേരാണ് ഹിജാമ ചികിത്സ തേടി ദിനംപ്രതി ഖമീസ് മുഷൈത്തിലേക്ക് എത്തുന്നത്. ഖമീസിലെ ഷിഫ ക്ലിനിക് ഹിജാമ ചികിത്സയ്ക്കായി പ്രസിദ്ധമാണ്. വിദേശികൾക്ക് പുറമെ സ്വദേശികളായ വനിതകളും 100 വയസ്സിന് മുകളിൽ പ്രായമായ